കാസർഗോഡിന് സമീപം തലപ്പാടിയിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ചു കയറി 5 മരണം. കർണാടക KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡാണ് സംഭവം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 5 മരണം സംഭവിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, അല്പസമയം മുമ്പാണ് തലപ്പാടി ടോൾ ഗേറ്റിന് സമീപത്തായി ഈ അപകടമുണ്ടാകുന്നത്. ബസ് കാത്തു നിൽക്കുകയായിരുന്ന ആളുകളെ കർണാടക RTC ബസ് ഇടിച്ചു കയറിയാണ് ഈ അപകടമുണ്ടായത്. സമീപത്തുള്ള ഓട്ടോറിക്ഷയിലും വാഹനം ഇടിച്ചു കയറി. ഈ കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക RTC ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് നഷ്ടമായതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ 5 പേര് മരിച്ചതായി ഇപ്പോൾ സ്ഥിരീകരണം വരുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള കർണാടക സ്വദേശി അലി, ഓട്ടോയിലുണ്ടായിരുന്ന ഒരു 10 വയസ്സുകാരി, ബസ് കാത്തുനിന്ന തലപ്പാടി സ്വദേശിനിയായിട്ടുള്ള ലക്ഷ്മി, തിരിച്ചറിയാത്ത 2 സ്ത്രീകൾ എന്നിവരാണ് ഇപ്പോൾ മരിച്ചതായി ഔദ്യോഗികമായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമിത വേഗതയിലായിരുന്നു ഈ KSRTC ബസ് എന്നാണ് ഈ നാട്ടുകാരും ദൃക്സാക്ഷികളും ആരോപിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടന്നു വരികയാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 8-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ദർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. മറ്റ് മൃതദേഹങ്ങൾ മംഗലാപുരത്തും മംഗൽപാടിയിലുമായി ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഉണ്ടായത്. ഇത്തരത്തിൽ തലപ്പാടിയിൽ റോഡൊക്കെ നന്നാക്കിയതിനു ശേഷം വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയാണോ അപകടത്തിന് കാരണമായെന്നുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായും പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ 5 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഇതിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരും അടക്കമുള്ള ആളുകളാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ ഇനി മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം. പോലീസ് ഇപ്പോൾ ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ പാടുപെടുകയാണ്. നിരവധി ആളുകൾ ഇതറിഞ്ഞ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. മരിച്ചവരിൽ കൂടുതലും മലയാളികളാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വരികയായിരുന്ന കർണാടക RTCയുടെ ബസ്സാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളികൾ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കണക്കാക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. 8-ലധികം പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്. അതിൽ 5 പേർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. മറ്റ് ആളുകളെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ മംഗലാപുരത്തും മംഗൽപാടിയിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസും ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും മരിച്ചവരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള അലി, 10 വയസ്സുകാരിയായ പെൺകുട്ടി, അതുപോലെ തന്നെ തലപ്പാടി സ്വദേശിയായിട്ടുള്ള ലക്ഷ്മി, തിരിച്ചറിയാനാവാത്ത 2 സ്ത്രീകൾ, ഇത്രയും പേരാണ് ഇപ്പോൾ മരിച്ചതായി വിവരം ലഭിക്കുന്നത്. രേണുക. ശരി ജോസഫ്. കാസർഗോഡിന് സമീപം തലപ്പാടിയിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ചു കയറി 5 മരണം. കർണാടക RTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ അപകടത്തിൽ നിരവധി മലയാളികളുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.